നമുക്ക് ഈ ഡെമോയിൽ നമ്മുടെ പർച്ചേസ് മോഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ പർച്ചേസ് മോഡ്യൂളിൽ 3 മെയിൻ ഫീച്ചേഴ്സാണുള്ളത്: വെൻഡാസ്, പർച്ചേസ് ഓർഡേഴ്സ്, ഗുഡ്സ് റെസിപ്റ്റ്സ്. അപ്പോൾ വെൻഡാസ് എന്ന് പറയുന്നത് വെൻഡാസിൻ്റെ കോണ്ടാക്റ്റ് ബുക്കാണ്. അപ്പോൾ ഏത് വെൻഡറിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ബട്ടനാണിത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് വെൻഡാർസ് ഫോം കിട്ടും. ഈ ഫോമിൽ നമുക്ക് വെൻഡറിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഡേറ്റാബേസിൽ സേവ് ആകും. അത് കഴിഞ്ഞിട്ട് നമുക്കത് വ്യൂ, എഡിറ്റ്, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. പർച്ചേസ് ഓർഡേഴ്സ് വന്നിട്ട് ക്രിയേറ്റ് ചെയ്യാം, വ്യൂ ചെയ്യാം. ഇപ്പോൾ പർച്ചേസ് ഓർഡർ വന്നിട്ട് നമുക്ക് ക്യാൻസലും ചെയ്യാം. അപ്പോൾ ഒരു പർച്ചേസ് ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്തതിന് ശേഷം അവർ നമുക്ക് ഗുഡ്സ് തരുമ്പോൾ നമുക്ക് അവർക്ക് ഗുഡ്സ് റെസിപ്റ്റ് കൊടുക്കുമ്പോഴാണ് നമ്മളത് റിസീവ്ഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റസിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നമുക്കത് ക്യാൻസൽ ചെയ്യണമെങ്കിലും ചെയ്യാം. ഈ ലാസ്റ്റുള്ള ഓപ്ഷൻ വന്നിട്ട് നമുക്ക് നമ്മുടെ പർച്ചേസ് ഓർഡർ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഫോർ എക്സാമ്പിൾ ഈ പർച്ചേസ് ഓർഡർ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പർച്ചേസ് ഓർഡർ നമുക്ക് നമ്മുടെ PDF ആയിട്ട് നമ്മുടെ ടെംപ്ലേറ്റിൽ കിട്ടും. ഞാനിവിടെ ഉള്ള ഓർഡേഴ്സൊക്കെ ക്യാൻസലാക്കുകയാണ്. എന്നിട്ട് ഞാനൊരു പുതിയ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാണ്. വെൻഡർ വന്നിട്ട് ജീസോസ് സെലക്ട് ചെയ്യുന്നു. നമുക്ക് കറൻസി ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്ക് ഇപ്പോഴത്തേക്കിന് നമ്മൾ കോൺഫിഗർ ചെയ്തേക്കുന്ന ഈ 6-7 കറൻസികളാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് US ഡോളറിലാണ് മേടിക്കുന്നത് ജീസോസിൻ്റെ അടുത്തുനിന്നുണ്ടെങ്കിൽ ലൈവായിട്ട് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് ഇവിടെ വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഡെലിവറി വന്നിട്ട് സാറ്റർഡേ ആണ് എന്ന് നമുക്ക് വയ്ക്കാം. പിന്നെ നമുക്ക് കൂൾ വാക്യൂം ഹെഡ് ആണ് നമ്മുടെ പർച്ചേസ്. അപ്പോൾ USD പ്രൈസ് വന്നിട്ട് അതിന് $70. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് 254 എന്ന ഖത്തർ വാല്യൂവിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഈ സമ്മറി കാർഡിൽ ടോട്ടലായ ഡീറ്റെയിൽസ് 2 കറൻസിയിലും കാണാൻ പറ്റും. അപ്പോൾ $70, 254 ഖത്തർ റിയാൽസ്. നമ്മൾ പർച്ചേസ് ഓർഡർ വന്നിട്ട് സേവ് ചെയ്യുന്നു. സേവ് ചെയ്താൽ നമുക്കത് വന്നിട്ട് ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പർച്ചേസ് ഓർഡർ. ഇതിപ്പോൾ സെൻഡ് സ്റ്റേറ്റസിലാണുള്ളത്. നമുക്ക് ആ സാധനം അവർ വന്നിട്ട് നമ്മുടെ കമ്പനിയിൽ തരുമ്പോൾ നമുക്ക് കമ്പനിയിൽ അത് വന്നിട്ട് അവർ ഡെലിവറി ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് റിസീവ് ഗുഡ്സ് കൊടുക്കാം. റിസീവ് ഗുഡ്സ് കൊടുത്ത് നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പർച്ചേസ് ഓർഡേഴ്സ് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൂൾ വാക്യൂം ഹെഡ് ജീസോസ് എന്ന് പറയുന്ന ആളുടെ അടുത്ത് നമ്മൾ പ്ലേസ് ചെയ്ത 923 പർച്ചേസ് ഓർഡറിനാണ് നമ്മൾ ഗുഡ്സ് റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത്, ഇത് റിസീവ് ചെയ്ത് നമുക്ക് വന്നിട്ട് അവർ കൊണ്ടുവന്ന് തന്നത് 10-ാം തീയതി ആണെങ്കിൽ 10-ാം തീയതി എന്നുള്ള ഡേറ്റ്. നമ്മൾ ഓർഡർ ചെയ്തത് വന്നിട്ട് ഒരു ക്വാണ്ടിറ്റിയാണ്. ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് എവിടെ വെക്കണം എന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്യാം. ഞാനത് സ്റ്റോർ 2-ലേക്ക് വെക്കാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സേവ് ചെയ്യുന്നു റെസിപ്റ്റ്. അങ്ങനെ നമ്മുടെ റെസിപ്റ്റ് വന്നിട്ട് സേവായി. റെസിപ്റ്റ് സേവായി. ഇപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ പർച്ചേസ് ഓർഡറിൽ പോയി കഴിഞ്ഞാൽ അത് റിസീവ്ഡ് എന്നുള്ള സ്റ്റേറ്റസിലേക്ക് മാറി. പിന്നെ നമുക്ക് വന്നിട്ട് സ്റ്റോക്ക് ലെവൽസ് പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റോക്ക് ലെവൽസിൽ സ്റ്റോർ 2-ലാണ് നമ്മൾ പ്ലേസ് ചെയ്ത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റോർ 2 കൂൾ വാക്യൂം ഹെഡ് 1 ക്വാണ്ടിറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ പർച്ചേസ് മോഡ്യൂൾ.